ഞങ്ങളുടെ ചോര നീരാക്കിയാണ് ഓരോ ഏജന്റുമാർ, അതായത് നമ്മുടെ ചോര നീരാക്കി മണിമാണികൾ പടുത്തുയർത്തി. അവർ പറയുന്ന സമയത്ത് 7 മണിയാണെങ്കിൽ 7 മണി, 6 മണിയാണെങ്കിൽ 6 മണി, ഈ സമയത്ത് അവരെത്തുന്നത്. ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണി, 1 മണി, 2 മണി, നേരം വെളുക്കുന്നവരെ നിൽക്കും. കിട്ടുന്നതോ വെറും തുച്ഛമായ 400-500 രൂപ. പിന്നെ നമുക്ക് ഒരു നല്ല വേഷം കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊരു കാര്യം പറയുന്നൊരവസ്ഥ നമുക്ക് വീടുകളിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നു, കരഞ്ഞിട്ടുണ്ട്. 1 മണിക്ക് 2 മണിക്ക് പേരൂടെ നിന്നിട്ടുണ്ട്. അതാണ്ട് അവൻ നമ്മാട്ടേയും കൊണ്ട് പോകുന്നു ഇല്ലേ? ആ നാണക്കേട് കരുതി അവ എന്ത് ചെയ്യും? വേഷങ്ങൾ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇന്ന് മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ്. ഒരുപാട് സീരിയൽ, ഒരുപാട് സിനിമയിൽ നല്ല നല്ല കഥാപാത്രം യൂണിയൻ ആർട്ടിസ്റ്റായിട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളെ കൂടെ വന്ന ഒരു സഹോദരിയെ നമുക്കൊരു വർക്കിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞ് ഈ നമ്മുടെ തിരുവനന്തപുരം ലൊക്കാലിറ്റിയിൽ ഒരു 2-3 കോർഡിനേറ്റർമാരുണ്ട്. വേറും ഇങ്ങാറ്റ കീഴെ തട്ടി കിടന്ന നക്കി തന്നെ നല്ലിപ്പില്ലാതെ കിടന്ന കോർഡിനേറ്റർമാര് ഈ പാവപ്പെട്ട ജനങ്ങളെ സത്യം പറഞ്ഞാൽ വിൽക്കുന്നു എന്ന് വേണം പറയാൻ. അവരെ വിറ്റ് കാശാക്കി അവരിന്ന് കോടീശ്വരരായി. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ ഈ സമരപന്തലിൽ നിൽക്കുന്ന ഒരുപാട് വേദന നിറഞ്ഞ ഒരു സന്ദർഭമാണ്. കാര്യം മനസ്സിനകത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അനുഭവിച്ചാണ് ഞങ്ങൾ ഈ ഇത്രയും വർഷവും കാലവും ഞങ്ങൾ ഈ ഒരു കലയ്ക്ക് വേണ്ടി, കലയോടുള്ള സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും ഞങ്ങൾ ഇതിനകത്ത് എടുത്തു ചാടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് അവഗണന, നമ്മളെ മാറ്റി നിർത്തക്കം, നമുക്ക് പല രീതിയിലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സെറ്റുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എങ്കിലും നമുക്ക് കിട്ടുന്നത് വെറും തുച്ഛമായ ശമ്പളമാണ്. വെറും ഇങ്ങറ്റത്ത് 400-500 രൂപയാണ് ഓരോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കും കിട്ടുന്നത്. ഇത് എന്തിനുണ്ട്? ഓരോ മനുഷ്യർ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് നേരം വെളുക്കുമ്പോൾ അവർ പറയുന്ന സമയത്ത് 7 മണിയാണെങ്കിൽ 7 മണി, 6 മണിയാണെങ്കിൽ 6 മണി, ഈ സമയത്ത് അവരെത്തുന്നത്. ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണി, 1 മണി, 2 മണി, നേരം വെളുക്കുന്നവരെ നിൽക്കും. കിട്ടുന്നതോ വെറും തുച്ഛമായ 400-500 രൂപ. അത് എന്നും കിട്ടത്തുമില്ല. അത് ചിലപ്പോൾ ഗൂഗിൾ പേയിൽ ഇട്ടുതരാന്ന് പറയും. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആളുകൾക്ക് കിട്ടാതെ എല്ലാവരും, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ ഇപ്പം 4 വർഷമായി ഞങ്ങൾ ഈ അനന്തപുരി ട്രേഡ് യൂണിയൻ വന്നിട്ട് ഞങ്ങളെ വിളിച്ച് എല്ലാവരും പരാതി പറയും, ഇങ്ങനെയാണ് സംഭവം. മാക്സിമം നമ്മൾ മേടിച്ച് കൊടുക്കാന്നുള്ളവർക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒട്ടും കൊടുക്കാത്തവരെ ഇനി നമ്മൾ ചൂഷണം ചെയ്യാൻ പോണത് ഈ ഒട്ടും കൊടുക്കാത്തവരെ സെറ്റ് തടയുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പൈസ അവർ തരുന്നത് പ്രൊഡക്ഷൻ ടീം തരുമല്ലോ, അപ്പൊ ഈ കൺട്രോളർമാരാണോ അത് മുക്കുന്നത്? അല്ല, കൺട്രോളർമാര് നല്ലവരും ഉണ്ട്, ചീത്തയും ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞ് ഈ നമ്മുടെ തിരുവനന്തപുരം ലൊക്കാലിറ്റിയിൽ ഒരു 2-3 കോർഡിനേറ്റർമാരുണ്ട്. വേറും ഇങ്ങാറ്റ കീഴെ തട്ടി കിടന്ന നക്കി തന്നെ നല്ലിപ്പില്ലാതെ കിടന്ന കോർഡിനേറ്റർമാര് ഈ പാവപ്പെട്ട ജനങ്ങളെ സത്യം പറഞ്ഞാൽ വിൽക്കുന്നു എന്ന് വേണം പറയാൻ. അവരെ വിറ്റ് കാശാക്കി അവരിന്ന് കോടീശ്വരരായി. അവരിന്ന് ഭയങ്കര കോടീശ്വരരായി. ഏക്കറുകൾ മേടിച്ച് വലിയ ബംഗ്ലാവുകൾ വെച്ച് പല രീതിയിലും പെമ്പിള്ളേരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പെമ്പിള്ളേരെ പല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിർത്തലാക്കി ഈ കോർഡിനേറ്റർമാരെ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ കളയുക. ഇവർ നേരിട്ട് നമുക്ക് ശമ്പളം തരിക. അതാണ് വേണ്ടത്. വർഷങ്ങളായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഈ ഹേമ കമ്മിറ്റി വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, പല മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ പല നടന്മാരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നതും പ്രൊഡക്ഷൻ കൺട്രോളർ മാത്രമല്ല, ഒരുപാട് കൂടെയുള്ള ഒരുപാട് പേരാണ്. ഈ അമ്മ എന്ന സംഘടന ഇപ്പോഴാണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാൻ തീരുമാനിക്കണമെങ്കിൽ ആലോചിക്കാൻ പോകുന്നത് പോലും. പക്ഷേ നമ്മുടെ സംഘടന 4 കൊല്ലമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വർക്ക് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ചാടും. അതാണ് ഇവരുടെ പ്രശ്നം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഐക്യം എന്ന് പറയുന്ന സംഭവം ഇല്ല. അതാണ് ഞങ്ങളുടെ ചോര നീരാക്കിയാണ് ഓരോ ഏജന്റുമാർ, അതായത് നമ്മുടെ ചോര നീരാക്കി മണിമാളികൾ പടുത്തുയർത്തി. അതായത് നമുക്ക് 1000 രൂപയ്ക്ക് പേയ്മെന്റ്, ആ 1000 രൂപ പേയ്മെന്റ് ഇന്ന് വെട്ടി 300 രൂപ കിട്ടും. 300 രൂപ കിട്ടുന്നത് നമ്മൾ വണ്ടിക്കൂലി എല്ലാം കൂടെ ഇതിൽ നോക്കണം. ഞങ്ങളെ വീടെടുത്ത് നോക്കണം. ഓരോ
ഓരോരുത്തരുടെ വീട് ചില ഓലപ്പുര പോലും കാണില്ല, വാടക വീട്ടിലായിരിക്കും. അന്നുള്ള ദിവസത്തിൽ കഞ്ഞോടിക്കാൻ പോലും വകയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതൊന്നും ഇതാരും മനസ്സിലാക്കൂല. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരാൾ പോയി കഴിഞ്ഞാൽ വേറെ ആളെ കിട്ടും, പക്ഷെ ആർട്ടിസ്റ്റ് പോയാൽ വേറെ ആളെ കിട്ടൂല. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ തലയിലെടുത്ത് വയ്ക്കും. എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചെറിയ തെറ്റിന് വരെ വലിയ വിവാദം ഉണ്ടാക്കി അവരെ പുറത്താക്കും. അതായത് മനുഷ്യനെന്ന് പറഞ്ഞൊരു പരിഗണന അവർ നൽകുന്ന പറഞ്ഞ ഒരു സാധനം ഇല്ല. അതാണ് ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ന് ഞങ്ങൾക്ക് വർക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം ഇല്ലെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഉടനെ ഞങ്ങൾക്ക് വർക്ക് തരില്ല. പിന്നെ ഞങ്ങളെ വിളിക്കാതെ പുതിയ ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യാം. പക്ഷേ അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഞങ്ങൾ നിന്ന് ചെയ്യുക. ഇന്ന് ഞങ്ങൾക്ക് വരുന്നത് ഒരു വർക്കില്ലാതെ ഞങ്ങൾ റോഡിൽ കിടന്ന് അലയുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാം. നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇന്ന് മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ്. ഒരുപാട് സീരിയൽ, ഒരുപാട് സിനിമയിൽ നല്ല നല്ല കഥാപാത്രം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. ഇന്ന് നൃത്ത നാടക ആർട്ടിസ്റ്റാണ് ഞാൻ. ഇന്ന് എനിക്ക് ഒരു വർക്കുമില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ ഇരിപ്പാണ്. ഇന്ന് മീൻ കച്ചവടം ചെയ്ത് വലിയതൊരു കടപ്പുറം ചെന്നാൽ, കുഞ്ഞുമോളെന്നാണ് എൻ്റെ പേര്, കടപ്പുറം ചെന്നാൽ ഞാനിന്ന് മീനാണ് വിൽക്കുന്നത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് എന്നെ കളിയാക്കുകയാണ്. ഇത്രയും നല്ല സീരിയലും നല്ല നൃത്ത നാടകവും ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് വന്ന് കടപ്പുറം വന്ന് മീൻ വിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതെനിക്ക് നല്ല വിഷമമുണ്ട്. ഒരുപാട് പേര് ഇന്ന് കടപ്പുറം തന്നെ പറയുന്നത് മീൻ കച്ചവടം ചെയ്യുമ്പോൾ സീരിയൽ വർക്ക് ചെയ്തേയില്ലേ, നിങ്ങൾക്ക് സീരിയലിൽ പൊക്കൂടെ, ഞങ്ങളെ വിളിക്കുന്നില്ല. പിന്നെ നമുക്ക് ഒരു നല്ല വേഷം കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊരു കാര്യം പറയുന്ന ഒരു അവസ്ഥ. നമുക്ക് വീടുകളിൽ ഏതൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് പോകാൻ പറ്റണം. അതുപോലെ നമുക്ക് ഈ ലൊക്കേഷനിൽ നമ്മുടെ ഇതൊരു പാഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനവും അതുപോലെ തന്നെ നമുക്കൊരു പാഷൻ കൊണ്ടാണ് നമ്മളിതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അവിടെ ആരും നമ്മളെ ചൂഷണം ചെയ്യാത്ത രീതിയിലും നമ്മളെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വേഷം തരും എന്നുള്ളൊരു ഓഫർ വെച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. സപ്പോർട്ടിങ് ആക്ടറാണ്. പക്ഷെ 30 വർഷത്തോളമായി ഞാൻ ഇതിലിറങ്ങിയിട്ട്. എൻ്റെ കൂടെ ഉള്ളവർ നല്ല നല്ല സീനുകൾ കൊടുത്തവരും സിനിമയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൂടെ ചില ആൾക്കാർ എനിക്ക് പറയാൻ പോലും വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഉയരങ്ങളിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന് തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ എന്നും സപ്പോർട്ടിങ് ആക്ടർ ആയിട്ട് എല്ലാം ജീവിക്കുന്നത്. ഒരു വേതനത്തിൻ്റെ കാര്യം പറഞ്ഞത് വളരെ സത്യമായ കാര്യം. 300 രൂപ, 350 രൂപ, 500 രൂപ, കൂടി വന്ന 600 രൂപ. അതിൻ്റെ അപ്പുറം അവർ തന്നിട്ടേ ഇല്ല. പിന്നെ വഴി കൊണ്ട് കളയുമ്പോൾ ഞങ്ങളെല്ലാവരും ആ കിളിക്കൂട്ടിൽ ചെന്നാണ് രാത്രി കിടക്കുന്നത്. നമുക്കൊരു കുടുംബം നടത്തിക്കൊണ്ട് പോണതുകൊണ്ട് ഭർത്താവില്ല, പക്ഷേ മക്കളെ വളർത്തണമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വേഷം കെട്ടണത്. ഒരുപാട് ഞാൻ പോയിപ്പോൾ അതിൽ വന്നിട്ട് 5 വർഷം വരെ ആയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥലത്തും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഹാരം തരാതെയും നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നിട്ടുണ്ട്. മഴയത്തൊക്കെ നിൽക്കേണ്ടി വരും. രാവിലെ 6:30 ആ സെറ്റിലെത്തിയ രാത്രി 9:30 മണി വരെ ഞങ്ങൾ നിൽക്കുകയും ഒരിടത്ത് ഇരിക്കാനും നമുക്ക് കിട്ടൂല. അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ കഴിഞ്ഞാൽ 1:30 മണി 2 മണി ആകുമ്പോൾ തന്നെ ചില സമയത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് പോകും. ഓട്ടോ പോലും കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വിളിച്ചുകൊണ്ട് പോണ കോർഡിനേറ്ററാണ് ഇത് അത്രയും ഞങ്ങളെ ചെയ്യിപ്പിക്കണത്. ആ കോർഡിനേറ്റർ അവൻ വിളിച്ചുകൊണ്ട് പോകും. അവനെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വേണ്ട എങ്ങനെയാ പൊക്കോ എന്നാണ് അവരെ വിചാരം. ഈ കോർഡിനേറ്ററാണ് ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും ഞങ്ങളെ കഷ്ടപ്പെടുന്നത്. കരഞ്ഞിട്ടുണ്ട്. 1 മണിക്ക് 2 മണിക്ക് പേരുകൾ നിന്നിട്ടുണ്ട്. ബസ്സിന് വിശ്വസിച്ച് എങ്ങനെ ആട്ടെ കയറിപ്പോവും രാത്രി. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ വിളിക്കും, ഷൂട്ടിങ്ങിന് ചെല്ലാൻ പറയും. നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് അവർ വെറും ചിലപ്പോൾ 6:30 എത്താൻ പറയും. ആ സമയം നമ്മൾ 6:30 ഞങ്ങൾ ആട്ടോ പിടിച്ചാലും ഞങ്ങൾ 6:30 എത്തും. അവിടെ എത്തിയിരുന്നാലും ചെല്ലുമ്പം ഞങ്ങൾക്കൊരു വെള്ളം ചോദിച്ചോ അവർ പറയും ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഡയറക്ടർമാർക്ക് കുടിച്ചിട്ട് വരട്ടെ എന്ന് അവർ പറയും. ഞങ്ങൾ അവിടെ ഇരുന്ന് വെച്ചെന്ന് 10 മണി ഇരുന്നാലും കാപ്പിയില്ല, വെള്ളമില്ല. കസേര എടുക്കാൻ ചെല്ലുമ്പം കസേര തരത്തില്ല, അത് അവർക്കിരിക്കണം എന്ന് അവർ പറയും. നമ്മൾ വെച്ചെന്ന് ചെന്ന് ഞങ്ങൾ ചോറ് ചോദിക്കും പറയും
അത് നമ്മൾ ഡയറ്റ് തറക്കും നടന്മാർക്കും നടികൾക്കും കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളൂ എന്നവർ പറയും. എന്നിട്ട് നമ്മൾ രാത്രി 12 മണി വരെ അവർ ഇരുത്തിയിരുന്നാൽ ഞങ്ങൾക്ക് വറക്കൂല ഒന്നുമില്ല. ഒരു രൂപ വണ്ടിക്ക് പോലും തരാതെ ഞങ്ങൾ അവരെ പറഞ്ഞു വിടുന്ന ദിവസങ്ങളും ഞങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ 12 മണിക്ക് രാത്രി 11:30 മണിയെ ഒരു ഷൂട്ടും തീർന്നപ്പം 10-25 രൂപ ഉണ്ടായിരുന്നു. അവർ പറയാണ് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു. 11 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? 10-25 പെണ്ണുങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഒരു വണ്ടിയിൽ കയറ്റി ഒരു നടും വഴി അവർ കൊണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും നടന്നു പോകരുത്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഡയറക്ടർ പറയാണ് അവരെ കൊണ്ട് വീട്ടോട്ടിൽ വിടാൻ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടോട്ടിൽ വിട്ടാൽ പറ്റൂല, പല സ്ഥലത്തും പോണ പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട്, ഞങ്ങൾ സംഭാവനയിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരും വീട്ടോട്ടിൽ ഇറങ്ങണ്ട, നമ്മൾ സംഭാവനയിൽ കൊണ്ട് വിട്ടിട്ട് നമ്മൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടോട്ടിൽ ഞാൻ ബഹളം വെച്ചപ്പോൾ നമ്മൾ സംഭാവനയിൽ കൊണ്ട് വിട്ടു. ഏജന്റുമാരെ മുഴുവൻ പൈസയും വാങ്ങിക്കൊണ്ട് ആളെയൊക്കെ പൈസ കൊടുക്കാറില്ല. 300 രൂപ 200 രൂപ 400 രൂപ അവർ 1000-1500 ഓരോ ആർട്ടിസ്റ്റിനെ കൊണ്ടുവച്ച് വാങ്ങിച്ച് അവർ കൊടുക്കത്തില്ല. ഈ തൊഴിലിന് പോകുന്നവർക്ക് നാളെ ഒരു വീട്ടുജോലിക്കോ അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പിനോ പോകാൻ നാണക്കേടാ എന്ന് പറഞ്ഞാൽ അവർ സീരിയലിലും സിനിമയിലും നല്ല വേഷങ്ങൾ ചെയ്യണം. അവരെ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ പറയും ഇയാൾ ക്യാമറ പിടിച്ചോണ്ടിരിക്കണേ, നാളെ ഒരു നമ്മാട്ടിയും എടുത്തോണ്ട് പോകുമ്പോൾ ആളുകൾ എന്ത് പറയും? അയ്യോ ക്യാമറ ചെയ്തോണ്ടിരുന്ന പയ്യനില്ലേ, അതാണ്ട് അവൻ നമ്മാട്ടിയും കൊണ്ട് പോകുന്നു ഇല്ലേ? ആ നാണക്കേട് കരുതി അവ എന്ത് ചെയ്യും? തൊഴിലില്ലാതെ വീട്ടിൽ ഇരുന്ന് പട്ടിണിയിരിക്കും ഇല്ലേ? അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സെക്രട്ടേറിയറ്റിൽ നടക്കുക വന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി മാത്രം അന്വേഷിച്ച് എല്ലാവരെയും ക്രൂശിക്കാതെ ഈ കുറ്റം ചെയ്തവരെ മാത്രം ശിക്ഷിക്കുക, അല്ലാതെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മറ്റൊരാളെ പീഡിപ്പിച്ചു ഓരോരുത്തർ പറയുന്നത് കേൾക്കാതെ, അതായത് നിവിൻ പോളി ആയാലും മോഹൻലാലിനെ ആയാലും സിദ്ദിഖിനെ ആണെങ്കിലും സത്യാവസ്ഥ നോക്കിയിട്ട് മാത്രമേ ഇതിൽ കൈകാര്യം ചെയ്യാവൂ. കാരണം ഇതിലൂടെ തകരുന്നത് ഒരു കുടുംബമാണ്, അതുപോലെ തന്നെ ഒരു വലിയൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാരിനും അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് സിനിമ ഇൻഡസ്ട്രി. അത് നശിച്ചു പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാവിലെ 5 മണിക്ക് നമ്മൾ അവിടെ വർക്കിന് വിളിക്കും, 5 മണിക്ക് നമ്മൾ അവിടെ എത്തും. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയാണ്. അത്രമാത്രം ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആഹാരത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും വേർതിരിവ് നല്ല രീതിയിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശമ്പള വർധനവ്, തുച്ഛമായ പൈസ. നമ്മളെ പൈസ എന്തെങ്കിലും കൂടുതൽ വേണമെന്ന് നമ്മൾ ചോദിച്ചാൽ പോലും നമുക്ക് തരുന്നത് തുച്ഛമായ പൈസ മാത്രമാണ് തരുന്നത്. 300-400. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിൽ വേറെ ആൾക്കാർ വരും. നമ്മളെ കൂടെ വന്ന ഒരു സഹോദരിയെ നമുക്കൊരു വർക്കിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എങ്കിൽ ഞാൻ നിങ്ങളെ അതിലോട്ട് ചേർക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അനന്തപുരി സിനിമ സീരിയൽ ട്രേഡ് യൂണിയൻ്റെ ഒരു അംഗമാണ്, നെടുമങ്ങാട് താലൂക്കിലെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വർക്ക് സൈറ്റിൽ, അതായത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്ക് എനിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അതായത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അത്യാവശ്യം വേഷം കിട്ടി ഞാൻ പോകുന്നതാണ്. പക്ഷേ അനന്തപുരി സംഘടന എന്ന ലേബൽ എൻ്റെ പേര്, അതായത് ആ സംഘടനയിൽ ഞാൻ ഉള്ളത് കൊണ്ട് പല ചാൻസ് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത് ഞങ്ങൾക്കത് ഉപയോഗം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ശേഷം ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് ഉപയോഗപ്പെടണം.